ഗുഡ് ആഫ്റ്റർനൂൺ ആൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നല്ല വിശപ്പിലായിരിക്കും പലരും എന്നറിയാം. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ് വിശപ്പ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ റമീസിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാൻ ശ്രമിക്കാം. സോ നമ്മുടെ ഓർവൽ സാർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ബേസിക്കലി നമ്മുടെ ഒരു ടോപ്പിക് സ്കെയിലിംഗ് എ ലേണിംഗ് ബിസിനസ് എന്നുള്ളതാണെങ്കിൽ പോലും റമീസിനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ രണ്ടുപേരും അരീക്കോടുകാർ തന്നെയാണ്, മലപ്പുറം ജില്ലയിലെ. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചും ബിസിനസ്സിൻ്റെ അടുത്ത ലെവലിൽ എത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ്. എയ്ഫർ എഡ്യൂക്കേഷൻ്റെ സോഫാറുള്ള ഗ്രോത്തിൽ എനിക്ക് ഒരുപാട് ഐഡിയാസ് തന്ന, ഗൈഡൻസ് തന്ന സുഹൃത്ത് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പിക്കിനപ്പുറത്തേക്ക് ഓവറോൾ ബിസിനസ് ആസ്പെക്റ്റിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ റമീസിൽ നിന്ന് ചോദിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. ലേണിംഗ് എന്നുള്ള, എഡ്യൂക്കേഷൻ എന്നുള്ള ഒറ്റ ബിസിനസ്സിലേക്ക് ചുരുങ്ങുന്നില്ല. ഡെഫിനറ്റ്ലി അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കും. റമീസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. 1-to-1 ട്യൂഷൻ്റെ അല്ലെങ്കിൽ സ്കൂൾ ട്യൂഷനുകളുടെ കേരളത്തിലെ തന്നെ, മേ ബി ഇന്ത്യയിലെ തന്നെ പയനിയർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ ഇന്നത്തെ ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിവിൻ പോളിയോടൊപ്പം കോഫൗണ്ടറായിട്ടുള്ള ക്രൈവ് എന്നുള്ള പുതിയൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ ഇവിടെ കൂടുതലും ഉള്ളത്, ഞാൻ എയ്ഫർ എഡ്യൂക്കേഷനിൽ CEO ആൻഡ് ഫൗണ്ടറാണ്, ഒരു ടീച്ചർ കൂടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ടീച്ചർമാരോട് പറയാറുണ്ട്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ സ്റ്റുഡൻസിൻ്റെ പൊസിഷനിൽ നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ ഏജിലുള്ള ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരികയായിരുന്നെങ്കിൽ എത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഞാൻ ആഗ്രഹിക്കുക എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. റമീസ് ഭായ്, വെൽക്കം. ഓക്കെ, സോ റമീസ് ഭായ്, ഇവിടെ ഇപ്പോൾ പലരോട് സംസാരിച്ച സമയത്ത് ആദ്യം മനസ്സിലാവുന്നൊരു കാര്യം, നല്ല അടിപൊളി എന്ന് തോന്നുന്ന ഐഡിയയുമായിട്ട് വന്ന കുറേ ആളുകളുണ്ട്. അടിപൊളിയാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷെ നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഒരുപാട് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് വലിയ പൊസിഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന, പക്ഷെ അടിപൊളിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയ മാത്രമുള്ള, അതാണല്ലോ ഒരു സ്റ്റാർട്ടിങ് ടൈമുള്ള ആളുകളാണ്. അവരിനി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്? ഹായ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ, thank you so much for the invitation. It always feels so much grateful, so much beautiful memories coming back to Calicut. ഞാൻ കോഴിക്കോട്ടുകാരനല്ല, ഞാൻ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. പക്ഷേ എന്നെ ഞാനാക്കിയതിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ചുരുക്കം ചില ജില്ലകളിൽ ഒരു ജില്ലയാണ് കോഴിക്കോട്. ഞാൻ സ്കൂളിംഗ് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ കലാലയ ജീവിതത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള നഗരമാണ് കോഴിക്കോട്. അപ്പം എല്ലാവർക്കും, നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടമാണ് കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ കോഴിക്കോട് വെള്ളിമാടുകുന്നുള്ള സർക്കാർ വക നിയമകലാലയത്തിലാണ് പഠിച്ചത്, ഗവൺമെൻറ് ലോ കോളേജിൽ. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ചുവട് വെക്കുന്നതും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതൊക്കെ. അപ്പം ബേസിക്കലി ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിന് എൻ്റെ ജേണിയിൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വളരെ ഒരു മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളൊരു ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻവിറ്റേഷൻ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, തോന്നലുകളെക്കുറിച്ചായിരുന്നു ചോദ്യം തുടങ്ങിയതെന്ന് വിചാരിക്കുന്നു. അപ്പം തോന്നലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോന്നലുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് എൻ്റെ തോന്നൽ എൻ്റെ മാത്രം തോന്നലാണ്, അല്ലെങ്കിൽ എൻ്റെ ഐഡിയ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ എൻ്റെ മാത്രം ഐഡിയയാണ്. അപ്പം ഒരു ഐഡിയയെ നമ്മൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൺവിൻസ് ആവണമെങ്കിൽ, ഒരു കസ്റ്റമർക്ക് കൺവിൻസ് ആവണമെങ്കിൽ, ഒരു ഇൻവെസ്റ്റർക്ക് കൺവിൻസ് ആവണമെങ്കിൽ, ആകെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് എക്സിക്യൂട്ട് ചെയ്യുക, ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇൻ്റർവെല്ലിൻ്റെ വളരെ തുടക്ക കാലഘട്ടത്തിൽ ഇൻ്റർവെൽ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും അതിനെ 8 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. ബിക്കോസ് അത് ബേസിക്കലി ഒരു എഡ്യൂക്കേഷൻ ബിസിനസ്സാണ്. അതിൽ ടെക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം, ടെക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും ടെക് ബിസിനസ്സുകളാവണമെന്നില്ലല്ലോ. പക്ഷേ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ആ കുട്ടികൾ എന്ന് പറയുന്ന പാർട്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ചില പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിന് ബേസിക് ബിസിനസ് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യാൻ പോയപ്പോഴും, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 50 ഇൻവെസ്റ്റേഴ്സെങ്കിലും പറഞ്ഞത് ഇത് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് എന്നുള്ളതാണ്.
അപ്പോൾ അന്ന് അതൊരു തോന്നലായിരുന്നു. ഇന്ന് ആരും അതിനൊരു തോന്നലായിട്ട് പറയുന്നില്ല. ഇന്ന് ഒരുപാട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻ്റർനെറ്റിന് മുന്നേ തുടങ്ങിയതും ശേഷം തുടങ്ങിയതുമായിട്ടുള്ളേ. പക്ഷേ പലരിലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലരെയും പല ഫൗണ്ടേഴ്സിനെയും ആളുകൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് എൻകറേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയ ഈസ് ജസ്റ്റ് എൻ ഐഡിയ അൺലെസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഐഡിയ അല്ലാതാക്കി മാറ്റണം എന്നുള്ളതാണ്. യു ഷുഡ് കിൽ ഇറ്റ്. ആ ഐഡിയയെ ഒന്നെങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കില്ല് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റാർട്ടപ്പായി, അതൊരു ഐഡിയ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വാലിഡേഷൻ എടുത്ത് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചിട്ട്, ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് സംസാരിച്ചിട്ട് ആ ഐഡിയ വാലിഡേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ റമീസ്, താങ്ക് യു. അപ്പോൾ ഇതിൽ തന്നെ അടുത്തൊരു സ്റ്റേജിലായിട്ട് പലപ്പോഴും പലർക്കുള്ളൊരു കൺഫ്യൂഷൻ, തുടങ്ങുന്ന സമയത്ത് തന്നെ സിസ്റ്റം വേണോ? അപ്പോൾ പലരും പറയും ആദ്യം ഇങ്ങനെ ഒരു സിസ്റ്റം വേണം. അപ്പോൾ നേരത്തെ ലീഗൽ കോംപ്ലയൻസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലീഗൽ കോംപ്ലയൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം ആസ്പെക്റ്റിലേക്ക് പലരുടെ ഒരു കൺഫ്യൂഷൻ, എപ്പോഴാണ് സിസ്റ്റം തുടങ്ങേണ്ടത്? ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ വേണോ? ബിസിനസ് ഒരു ലെവലിൽ എത്തിയിട്ടാണോ? എങ്ങനെയാണ് ആ ഒരു എവല്യൂഷൻ ഈ ഒരു ഗ്രോത്തിൽ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയയെ ഒരു കില്ല് ചെയ്തു, ഒരു എക്സിക്യൂഷൻ ലെവലിലേക്ക് എത്തി. ഇനി അതൊരു സിസ്റ്റമാറ്റിക് ആക്കി തുടങ്ങേണ്ടത് ഏത് സ്റ്റേജ് തൊട്ടിട്ടാണ്? ഞാൻ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാം. കാരണം എൻ്റെ മുന്നിലിരിക്കുന്നത് അധികവും CA-കാരും CS-കാരൊക്കെയാണ്. ബേസിക്കലി ഞാൻ ഒരു MBA പഠിച്ചു വന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്നും ടെക്സ്റ്റ് ബുക്ക് ഫണ്ടമെൻ്റൽസ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അതാണ് ശരി എന്നുള്ള പിടിവാശി എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഇത് ഭയങ്കര ഒരു കസ്റ്റം ക്വസ്റ്റ്യൻ, ലൈക്ക് ഒരു സിംഗിൾ പ്ലേ ബുക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സെക്ടറിനനുസരിച്ച്, ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് മാറും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ കോഴിക്കോടുള്ള റഹ്മത്ത് എടുക്കുക. ഈ റഹ്മത്ത് ഇപ്പോൾ കോഴിക്കോടത്തെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്പേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി റഹ്മത്തായിരിക്കാം, അല്ലെങ്കിൽ പാരഗൺ ആയിരിക്കാം, അല്ലെങ്കിൽ ടോപ്പ് ഫോം ആയിരിക്കാം. ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. പക്ഷെ ഒരു ടോപ്പ് 5 എന്തായാലും റഹ്മത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് റഹ്മത്ത് എക്സാമ്പിളാക്കി എടുത്തത്. അപ്പം റഹ്മത്ത് നല്ല ഫുഡാണ്. അപ്പം നല്ല ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് നല്ല ബിസിനസ്സുമാണ്. പക്ഷേ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് പാരഗണിനാണോ അല്ലെങ്കിൽ റഹ്മത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണല്ലോ. അപ്പം ബേസിക്കലി ഒരു ഫൗണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സംരംഭകൻ്റെ ഇഷ്ടമാണ് ഇതിനെ എങ്ങനെ പോർട്രേ ചെയ്യണം, ഇത് കെയോസ് ആയിരിക്കണോ, ഇത് ക്ലാരിറ്റി ആയിരിക്കണോ, ഇതിൽ സിസ്റ്റം വേണോ എന്നുള്ളതൊക്കെ. അപ്പം ബേസിക്കലി റഹ്മത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ബിരിയാണി വെക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ ബിരിയാണിയുടെ ഭണ്ടാരി എന്നൊക്കെ പറയും, അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷേ അതേസമയം നമ്മൾ മറ്റൊരു റെസ്റ്റോറൻറ്റ് എടുക്കുക, മെക്ഡി എടുക്കുക. മെക്ഡൊണാൾഡ്സ് പോയി കഴിഞ്ഞാൽ അവിടെ 10 വർഷം 15 വർഷമായിട്ട് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. മേ ബി ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ ഞാൻ നാളെ മുതലൊരു ഷെഫായി. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ബർഗറിനും 10 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുണ്ടാക്കുന്ന ബർഗറിനും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫല്ല, അവരുടെ USP എന്ന് പറയുന്നത് സിസ്റ്റംസ് ആണ്. അപ്പോൾ അവർ ചൂസ് ചെയ്തു സിസ്റ്റം ഉപയോഗിച്ചാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. സോ എനിവൺ ക്യാൻ ബിക്കം എ ഷെഫ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഗ്രില്ലെക്സ് ഒക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ തീരുമാനിക്കുകയാണ്, ഇത് നമ്മുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. ഇനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ, നമ്മളൊരു ബിയോണ്ട് ഒരു പോയിന്റ് നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ സിസ്റ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഒരുപാട് സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റിജിഡിറ്റിയും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR സൈഡിലാണ്. HR-ൻ്റെ കോംപ്ലയൻസ് ആവാം, അല്ലെങ്കിൽ HR-ൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആവാം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റിലൊക്കെ നമ്മളിപ്പോൾ ഒരു HR ഓഫീസർ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഓഫീസർക്ക് നമ്മൾ ABCDE ഗൈഡ് ലൈൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പം ദർ ഈസ് എ ഹൈ ചാൻസ് വി ലൂസ് ഗ്രേറ്റ് ടാലൻസ്, റൈറ്റ്? അതൊരു സിസ്റ്റത്തിൽ റൺ ചെയ്യുമ്പം അങ്ങനെ പോകും. മേ ബി ഒരു അൺകൺവെൻഷണൽ വേയിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആളുകളെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ സ്റ്റാർട്ടപ്പിലേക്ക് ഒരു ഹയറിംഗ് പോസ്റ്റർ ഇട്ടിരുന്നു. അപ്പോൾ ഹയറിംഗ് പോസ്റ്റർ ഇട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് റോൾ ഡിഫൈൻഡ് അല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ റോൾ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെയോസ് ആണുള്ളത്, ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. എനിക്ക് ക്ലാരിറ്റി ഇല്ല ഞാൻ എന്താ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് വരാൻ പറ്റുന്ന കുറച്ച് ആളുകളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഐ ചോസ് ആൻ അൺകൺവെൻഷണൽ വേ ബിക്കോസ് ഐ നീഡഡ് പീപ്പിൾ ഫോർ സച്ച് എ പാത്ത് വേ. അതായിരുന്നു എൻ്റെ ഡിസിഷൻ. അത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരിയാണ്, പക്ഷെ അത് എല്ലാവരുടെയും ശരിയാവണമെന്നില്ല. അപ്പം ബേസിക്കലി അതാണ്, നിങ്ങൾക്ക് ബിയോണ്ട് ഒരു പോയിന്റ് സ്കെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സിസ്റ്റംസ് വേണം. ആ സിസ്റ്റംസ് തന്നെയാണ് നിങ്ങളെ സ്കെയിൽ ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ
ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ആ ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് എപ്പോഴും ഇന്നോവേഷൻ കൊണ്ടുവരുന്നത്. അപ്പം മേ ബി നമുക്ക് ഇന്നോവേഷൻ ഒരു ഹയസ്റ്റ് പേസിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു 0 to 1 സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു 0 to 10 സ്റ്റേജിലൊക്കെ മേ ബി കുറച്ചും കൂടെ സിസ്റ്റംസ് ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എല്ലാ സിസ്റ്റംസും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് സിസ്റ്റം വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അതിലൊരു ചെറിയ പാർട്ടിൽ ഈ CS എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ലീഗൽ സൈഡിൽ എപ്പോഴും ഡേ 1 മുതൽ നമ്മൾ അടിപൊളി ആവുന്നതാണ് എപ്പോഴും ബെറ്റർ. എപ്പോഴും കോംപ്ലയൻസിൽ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്നത് 2 കൊല്ലം ബിസിനസ് ചെയ്തിട്ട് പിന്നെ വീട്ടിലിരിക്കാനല്ല. നമുക്ക് വി വാണ്ട് ടു ബിൽഡ് എൻ എംപയർ, വി വാണ്ട് ടു ബിൽഡ് എ ലെഗസി ബ്രാൻഡ്, റൈറ്റ്? അപ്പോൾ എപ്പോഴും നമ്മുടെ ഡേ 0 മുതൽ നമ്മൾ വരുത്തുന്ന ചെറിയ ചെറിയ കോംപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഭാവിയിൽ വലിയ തലവേദനകളായി മാറാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ആ ലീഗൽ സൈഡിൽ, ഇനി ഞാൻ ലോയർ ആയതുകൊണ്ട് ഞാൻ ലോയേഴ്സിന് ഫേവർ ചെയ്യാന്ന് പറയണ്ട, അത് അങ്ങനെ തന്നെയാണ്. ആ ലീഗൽ സൈഡിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഈസ് ഫൗണ്ടേഴ്സ് ഇൻഡ്യൂഷൻ. അത് നിങ്ങൾക്ക് ശരി എന്താണോ നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ റമീസ്, ഇതിൽ ഇപ്പം ഞാനിപ്പം നമ്മുടെ ഇഫറിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്ത് എപ്പോഴും സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ കുറച്ചുകൂടി നമ്പറുകളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ വരാറുണ്ട്. അപ്പോൾ ഈ അടുത്താണ് ഞാൻ കേട്ടത്, ബിസിനസ് നമ്പർ നോക്കാതെ റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാത്രി ഹെഡ്ലൈറ്റ് ഓൺ ആക്കാതെ ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ് എന്നുള്ളത്. അപ്പോൾ റമീസിനോടുള്ള പല സംസാരത്തിൽ റമീസ് 100 കണക്കിന് ഈ നമ്പറുകളെ നമ്മൾ ക്യാപ്പ് ചെയ്യുന്നൊക്കെ വിളിക്കും. ഓക്കെ, ഒരു സിസ്റ്റമായിട്ട് വരുമ്പോൾ മെഷർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഏതൊരു ഫൗണ്ടറും ഏതൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിർബന്ധമായി നോക്കണമെന്ന് റമീസിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 2-3 മെട്രിസസ് അല്ലെങ്കിൽ ഇൻഡെക്സുകൾ എന്താണ്? അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ബേസിക്കലി ഇതിൽ എനിക്കൊരു ബയാസ് ഉണ്ടാവും. കാരണം ഞാൻ കുറച്ചും കൂടി ഒരു നമ്പർ ഗെയാണ്. എല്ലാ കാലത്തും ഞാൻ മാത്സിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യണമെന്ന് സ്കോർ ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും കുറച്ചും കൂടി നമ്പർ ഡ്രിവൺ ആക്കി കാണാനാണ് എനിക്കിഷ്ടം. അത് പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കര ബെനിഫിറ്റാണ്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ അത്ര ബെനിഫിറ്റിംഗ് ആയിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ലോജിക്കലായിട്ട് സംസാരിക്കുമ്പോൾ അത് വീട്ടിൽ വലിയ ആക്സെപ്റ്റൻസ് ഒന്നും കിട്ടാറില്ല. അപ്പം ബേസിക്കലി ഓക്കെ, ഞാൻ വളരെ പ്രിസൈസ് ആയിട്ട് ആ മെട്രിസസ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും യൂണിറ്റ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹം. ഇനി ഒരു 8x സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിലും യൂണിറ്റ് എക്കണോമിക്സ് ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷവർമ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഒരു ഷവർമയുടെ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഒരു ഡെലിവറി പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറിയുടെ എക്കണോമിക്സ്, അല്ലെങ്കിൽ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഒരു കോഴ്സ് സെല് ചെയ്യുമ്പോൾ എക്കണോമിക്സ്, അതിനാണ് നമ്മൾ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഒരു ഷവർമക്ക് 80 രൂപയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് എത്രയുണ്ട്? 45 രൂപയായിരിക്കും. 45 രൂപ എക്സ്പെൻസ് ആണെന്നുള്ള നോളജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര രൂപ വരെ ഓഫർ കൊടുക്കാൻ പറ്റും, എത്ര രൂപ വരെ സാലറി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്കണോമിക്സിനെയാണ് നമ്മൾ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴും CAC to LTV റേഷ്യോ ആണ്. CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. അതായത് നമ്മൾ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട്, ഒരു കസ്റ്റമറെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട്, ഒരു കസ്റ്റമറെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കോസ്റ്റ്, അതാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ലൈഫ് ടൈം വാല്യൂ LTV അല്ലെങ്കിൽ CLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ അവരുടെ ലൈഫ് ടൈമിലുടനീളം നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന റവന്യൂ. ഇത് തമ്മിൽ എപ്പോഴും ഒരു റേഷ്യോ ഉണ്ടാവും. ഇത് ഭയങ്കര ഇൻഡസ്ട്രി സ്പെസിഫിക്. അപ്പോൾ ചില ആളുകൾക്ക് 1 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 രൂപ വരേണ്ട ഇൻഡസ്ട്രികളുണ്ട്, 10 രൂപ വരേണ്ട ഇൻഡസ്ട്രികളുണ്ട്. എന്നാൽ 1 രൂപ സ്പെൻഡ് ചെയ്ത് 2 രൂപ മാത്രം എന്നാൽ മതി എന്ന് പറയുന്ന ഇൻഡസ്ട്രികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയുടെ യൂണിറ്റ് എക്കണോമിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യാം. പക്ഷേ ഡേ 1 മുതൽ നമുക്കൊരു ധാരണ വേണം. നമ്മളെപ്പോഴും നാട്ടിൻ പുറത്ത് നമ്മൾ പറയാറുണ്ട്, കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബേസിക്കലി മാർക്കറ്റിങ്ങിൽ നമ്മുടെ സ്പെൻഡൊക്കെ. നമ്മളിത് എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്, എത്ര കാലം സ്പെൻഡ് ചെയ്യും, എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളതിന് ഒരു ധാരണ നമുക്ക് വേണം. എന്നിട്ട് വേണം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എട്ടെക്കിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും നമ്മൾ ഒരുപാട് ഭീകരമായിട്ട് വളർന്നിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് വളരെ ബാഡ് ആയതുകൊണ്ടാണ്. ഇപ്പം ലിറ്ററലി ഇന്ത്യയിലെ ഏറ്റവും വളർന്നിട്ടുള്ള എട്ടെക്ക് വരെ ഒരു സമയത്ത് 80 രൂപ സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവർക്ക് 1 രൂപ റവന്യൂ കിട്ടിയിരുന്നത്. അപ്പോൾ അത് എത്രത്തോളം യൂണിറ്റ് എക്കണോമിക്സിൽ മോശമാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. അങ്ങനെ സ്പെൻഡ് ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. പക്ഷേ ഈ 80 ഉള്ളത് ഏത് കാലത്ത് തിരിച്ച് 1:1 എത്തും, അല്ലെങ്കിൽ 1:0.5 എത്തും എന്നുള്ളൊരു ധാരണ ഫൗണ്ടർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയും സ്പെൻഡ് ചെയ്യാം. അല്ലാതെ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നു, നാളെ വീണ്ടും സ്പെൻഡ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊരു പ്ലാൻ ഇല്ലാതെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് എക്കണോമിക്സ് അത്രയും ബാഡാവുക. അപ്പം നമ്പർ ഡ്രിവൺ ആയിട്ട് അല്ലെങ്കിൽ നമ്പർ റിലേറ്റഡ് ആയി ചോദിച്ചു കഴിഞ്ഞാൽ ഈ CAC to LTV റേഷ്യോ ആയിരിക്കും ഞാൻ പറയുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകളൊക്കെ ആ ഒരു 3 നമ്പറുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കുക. CAC, LTV, CAC to LTV റേഷ്യോ, യൂണിറ്റ് എക്കണോമിക്സ് എന്നുള്ള കോൺസെപ്റ്റ്.
റമീസ് ഭായി, നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് റമീസ് പറയാറുണ്ട് ഈ 0 to 1 ഗ്രോത്ത് എന്നുള്ളതും 1 to 10 ഗ്രോത്ത് എന്നുള്ളതും എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് ആണെന്നുള്ളത്. അപ്പം നമ്മളൊക്കെ പലതും അതൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. അപ്പം ഈ തുടക്കക്കാരെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്? ഇനി അത് ഡിഫറൻസ് എങ്ങനെയാണെന്ന് സെക്ടർ സ്പെസിഫിക് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് അത് ലേൺ ചെയ്യാൻ പറ്റുക? അതായത് ഓരോ സ്റ്റേജിനനുസരിച്ച് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ഗ്രോ ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്ങനെ ലേൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈസിയസ്റ്റ് ആൻസർ ഫൗണ്ടേഴ്സ് ഒരു ലേണർ ആയിരിക്കണം എന്നുള്ളതാണ്. ഫൗണ്ടർ എപ്പോഴും ഒരു ലേണിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി മാത്രം നിൽക്കുക, ഫൗണ്ടർ ആ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഏർലി സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജീസും ഒരു ലേറ്റ് സ്റ്റേജിൽ വർക്ക് ആവില്ല എന്നുള്ളത്. അതായത് 0 to 1 വർക്ക് ആവുന്ന ഒരു സ്ട്രാറ്റജീസും 1 to 10 വർക്ക് ആവില്ല. അത് പീപ്പിൾ റിലേറ്റഡ് ആയാലും എക്കണോമിക്സ് ഫിനാൻസ് റിലേറ്റഡ് ആയാലും ഈവൻ മാർക്കറ്റ് വർക്ക് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം വേണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ബോധ്യം വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് എവല്യൂഷൻ പ്രോസസ്സിൻ്റെ പാർട്ടാവാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം ബേസിക്കലി എപ്പോഴും 0 to 1 സ്റ്റേജിൽ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മുടെ പ്രൈമറി ഫോക്കസ്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്നുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരെ നമ്മൾ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ സ്കെയിൽ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മുടെ പ്രൈമറി ഫോക്കസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. കാരണം എപ്പോഴും നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ബ്രാൻഡ് അംബാസഡറെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടോ അല്ല. അതൊക്കെ സ്കെയിലിംഗ് സ്റ്റേജിലാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ ടോപ്പിലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ആ ബ്രാൻഡിങ് ഉപയോഗിച്ചിട്ട് കസ്റ്റമർ റിട്ടൻഷൻ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കസ്റ്റമർ റിട്ടൻഷൻ, അതായത് ഒരു കസ്റ്റമർ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു, അവർ ഒരു എമൗണ്ട് പേ ചെയ്യുന്നു. ആ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. മേ ബി മെറ്റയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സിലായിരിക്കാം. അവർ വീണ്ടും വീണ്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു അനാലിസിസിങ് പോയിന്റ്. ആ പോയിന്റാണ് ഞാൻ PMF എന്ന് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ള ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് മാത്രമാണ് പിന്നെ നമ്മൾ മാർക്കറ്റിംഗിലേക്ക് സ്കെയിൽ ചെയ്യേണ്ടത്. അപ്പം ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് ഫ്രെയിം വർക്ക് എന്ന് പറയാറുണ്ട്. എല്ലാ കമ്പനിക്കും ഒരു ഗ്രോത്ത് ഫ്രെയിം വർക്ക് വേണം, എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു അനാലിസിസ് വേണം എന്നൊക്കെ. ഞാനിത് കുറച്ചും കൂടെ ഒരു കൺസ്യൂമർ സെഗ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ, കൺസ്യൂമർ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബിസിനസ് ടു കൺസ്യൂമർ സെഗ്മെൻറ്റ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് ഗ്രോത്ത് ഫ്രെയിം വർക്ക് ഒരു ലൂപ്പ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലൂപ്പ് എന്ന് പറയുമ്പോൾ ലൂപ്പാണ് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കാറുണ്ട്. അതായത് ഇതൊരു സൈക്കിളാണെന്നുള്ള എല്ലാവരും വിശ്വസിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെറ്റയിൽ ഒരു 100 rupees സ്പെൻഡ് ചെയ്യുന്നു, നമുക്ക് ഒരു 500 rupees കിട്ടുന്നു. വീണ്ടും 1000 rupees സ്പെൻഡ് ചെയ്യുന്നു, 5000 കിട്ടുന്നു. 10,000 സ്പെൻഡ് ചെയ്യുന്നു, 50,000 കിട്ടുന്നു. ഇതിനെ അല്ല നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും ഒരു ഫ്രെയിം വർക്ക് ഒന്നും പറയാറില്ല. കാരണം ഇത് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നു, വീണ്ടും അക്വയർ ചെയ്യുന്നു, വീണ്ടും അക്വയർ ചെയ്യുന്നു. ആ അക്വിസിഷൻ മാത്രമല്ല നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ അക്വിസിഷൻ കഴിഞ്ഞാൽ ദർ ഈസ് എ പോയിന്റ് വെർ വി ആക്ടിവേറ്റ് ഈച്ച് ആൻഡ് എവറി കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വന്നിട്ട് ഞാൻ ഈസിലി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കാര്യം പറയാം. ഒരു ആഹാ മൊമെൻറ്റ്, ആ ആഹാ മൊമെൻ്റാണ് ആക്ടിവേഷൻ. ഇപ്പം നമ്മുടെ ഒരു ആപ്പ് ഒരാൾ ഡൗൺലോഡ് ചെയ്തു. ലെറ്റ്സ് സേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫൗണ്ടറാണ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഫൗണ്ടറാണ്. ഈ വാട്സപ്പൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തത്? നമ്മൾ ആഡ് കണ്ടിട്ടാണോ? അല്ല, നമ്മളടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ആ ഫ്രണ്ട് നമ്മളടുത്ത് പറയാനുള്ള റീസൺ എന്താ? ദർ വാസ് എൻ ആഹാ മൊമെൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഗൈ. അവർക്കൊരു ആഹാ മൊമെൻറ്റ് ഉണ്ടായിരുന്നു, ഇത് കൊള്ളാലോ. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇപ്പം ഞാൻ ഒനിറ്റ്സുക ടൈഗറിൻ്റെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടിയിട്ട് പറയുകയാണ്, ഒനിറ്റ്സുക ടൈഗറിൻ്റെ ആഡ് കണ്ടിട്ടല്ല ഞാൻ ആ ഷൂ മേടിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അപ്പം ആ ഫ്രണ്ടിന് ആ ഷൂ ധരിച്ചപ്പോൾ അവർക്കൊരു ആഹാ മൊമെൻ്റ് ആയി. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഏതെങ്കിലും ആളുകൾ അവരുടെ ഫാഷൻ സെൻസിനെ കുറിച്ച് കമൻറ്റ് ചെയ്തപ്പോൾ ആയിരിക്കാം മേ ബി ആഹാ മൊമെൻ്റ് ആയത്. അപ്പോൾ ആ ആഹാ മൊമെൻറ്റിനെയാണ് നമ്മൾ ആക്ടിവേഷൻ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈ ആക്ടിവേഷനാണ് ആക്ച്വലി റിട്ടൻഷനിലേക്കും റെഫറൽസിലേക്കും പോകുന്നത്. അപ്പം റിട്ടൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ദേ അഗെയിൻ ബൈ എ പ്രൊഡക്റ്റ് അഗെയിൻ ദേ ബൈ ഇറ്റ് അഗെയിൻ ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് ടു റെഫറൽസ്, ആ റെഫറൽ പുതിയൊരു അക്വിസിഷനായി സംഭവിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു യൂസറായിട്ട് വരുന്നു. അവരും ഇതുപോലെ ആക്ടിവേറ്റ് ആവുന്നു, പുതിയ റെഫറൽ വരുന്നു, ആക്ടിവേറ്റ് ആവുന്നു, റെഫറൽ വരുന്നു. ഇതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു 99% B2C കൺസ്യൂമേഴ്സും, B2Cയിലാണ് ഞാൻ പറയുന്നത്, B2Bയിൽ ഐ എം നോട്ട് ദാറ്റ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട്. പക്ഷേ B2Cയിൽ എപ്പോഴും എട്ടൊക്കെ ആയാലും ഈവൻ D2C പ്ലാറ്റ്ഫോംസ്, D2C ബ്രാൻഡ്സ് ആയി കഴിഞ്ഞാലും അവർ ഈ മെറ്റയിൽ സ്പെൻഡ് ചെയ്യുന്നു, മെറ്റയിൽ 10 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ അത് 20 ആക്കുന്നു, 30 ആക്കുന്നു, 40 ആക്കുന്നു. അതിനെയാണ് സ്കെയിലിംഗ് എന്ന് പറയുമ്പം അത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ബിഗ് എട്ടൊക്കെ പ്ലേ ദ സെയിം ഗെയിമാണ്. ഇറ്റ് വോണ്ട് ഗോ ദാറ്റ് ലാസ്റ്റ്, അത്രയും ദൂരം പോവില്ല. ആ ഫ്രെയിം വർക്ക് നമ്മൾ അപ്പോഴത്തേക്ക് സോർട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ ഓരോ ഫേസിനും ഓരോ സ്റ്റേജിനും അനുസരിച്ച്
ഇവോൾവ് ആവാനും നമ്മുടെ ചിന്താഗതിയെ കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ആ ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ എപ്പോഴും പാർട്ടായിരിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം, നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ ലിബർട്ടി നിങ്ങൾ കളയാതിരിക്കുക സിസ്റ്റംസ് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ നൈസ്. നമ്മുടെ ടീമായിട്ടുള്ള സ്കെയിലിംഗ് ലേണിംഗ് ബിസിനസ് എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയുമ്പോൾ ഒരുപാട് കമ്പനികൾ ടു എയർലി സ്കെയിൽ ചെയ്തുകൊണ്ട് ഫെയിലായ കമ്പനികളുണ്ട്. ഒരുപാട് കമ്പനികൾ ടു ലേറ്റ് ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് കില്ല് ചെയ്ത കമ്പനികളുണ്ട്. സോ ആക്ച്വലി നമ്മൾ ഓൾറെഡി എങ്ങനെ തുടങ്ങണം, ഇനീഷ്യൽ ഐഡിയാസ് 0 to 1, 1 to 10 ഒക്കെ റമീസ് ഭായ് പറഞ്ഞു കൊടുത്തു. സോ ഏത് സ്റ്റേജിലാണ് ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യേണ്ടത്? സ്പെസിഫിക്കലി ലേണിംഗ് ആൻഡ് ഓവറോൾ എപ്പോഴാണ് ഫൗണ്ടേഴ്സ് അത് സ്കെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? ഇതിനെയും ഷോർട്ടാക്കി പറയാൻ ശ്രമിക്കാം. അപ്പം ബേസിക്കലി ഇവിടെ എത്ര പേർക്ക് വിശക്കുന്നുണ്ട്? എത്ര പേര് ഭക്ഷണം കഴിച്ചു ഓൾറെഡി? ഈ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. 1:45 പറഞ്ഞു. അതായത് ഇപ്പം എൻ്റെ സെഷൻ എന്നോട് 1:10 പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കാരണം ഒരു 11:30-12 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് വീണ്ടും കഴിക്കേണ്ടി വരും. പക്ഷേ സ്റ്റേജിൽ ഞാൻ കയറി ഇനി ഇറങ്ങുമ്പോൾ മേ ബി ഒരു 2-2:30 ഒക്കെ ആവുമായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഒന്നും കഴിക്കാൻ പറ്റുകയില്ല. ബേസിക്കലി ഗ്യാസോ അല്ലെങ്കിൽ പല റീസൺസിനും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വയറ് നമ്മളോട് പറയുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ്. ബേസിക്കലി ജീവിക്കാനും വേണ്ടി കഴിക്കുന്നവരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വയറൊരു സിഗ്നൽ തരും, സമയമായി പോയി കഴിച്ചോ. ആ സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പ്രോബ്ലംസ് ഉണ്ടാവും. നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈകി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ബേസിക്കലി ഇതുപോലെ തന്നെയാണ് നമ്മളെ കമ്പനി സ്കെയിൽ ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് നമ്മളോട് ഒരു പോയിന്റിൽ പറയും, യെസ് ദിസ് ഈസ് ദ ടൈം, സ്കെയിൽ ഇറ്റ്. അതൊരു ഫൗണ്ടറിൻ്റെ ഇൻഡ്യൂഷനാണ്. ഒരു ഫൗണ്ടർക്ക് വേണ്ട ബേസിക് സ്കില്ലാണ് ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ആ മൊമെൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അത് മോസ്റ്റ് പ്രോബബിലി പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മൊമെൻ്റ് ആയിരിക്കും. ആ മൊമെൻ്റ് തന്നെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, നിങ്ങളുടെ യൂസേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് ഒരു ഡ്രിങ്കാണ്, ഒരു വെള്ളമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ബ്രാൻഡാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളത് കോഴിക്കോട് ലോഞ്ച് ചെയ്തു. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കൊച്ചിയിലെ യൂസേഴ്സും ട്രിവാൻഡ്രത്തെ യൂസേഴ്സൊക്കെ പറയുന്നു, ഇതെന്താ കിട്ടാത്തത്, ഞങ്ങൾക്ക് ഇവിടെ വേണം, ഞങ്ങൾ കോഴിക്കോട് വന്നപ്പോൾ കഴിച്ചിരുന്നു എന്നും. അങ്ങനെ ഒരു സമയം വരെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ അതിന് ക്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ ഇപ്പോൾ ഒരു എട്ടൊക്കെ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ദുബായിൽ തുടങ്ങാനും വേണ്ടിയിട്ടല്ല ഞങ്ങൾ UAE ഇൻ്റർവെല്ലിൽ എക്സ്പാൻഡ് ചെയ്തത്. ഇൻ്റർവെല്ലിൽ UAE പോകുന്ന സമയത്ത് വി ഹാഡ് ലൈക്ക് 200-300 കസ്റ്റമേഴ്സ് ഓൾറെഡി ഇൻ UAE. അത് ഇവിടെ നിന്നുള്ള പാരൻസ് റെഫർ ചെയ്തിട്ട് UAE പാരൻസ് നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അവർ വീണ്ടും അവരുടെ സർക്കിളിൽ റെഫറൻസ് തരികയും അവസാനം അവിടുത്തെ ലൊജിസ്റ്റിക്സിൽ നമുക്ക് കുറച്ചും കൂടി ഈസിനെസ് കിട്ടാനാണ് നമ്മൾ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ആ സിഗ്നൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ എഫേർട്ട്, ഫുൾ ടൈം നിങ്ങൾ ഇട്ടിട്ട് അതിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ സിഗ്നൽ കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ എല്ലാ കമ്പനിയും ഈ സ്കെയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് എന്നുള്ളതല്ല സ്കെയിൽ ചെയ്യാനുള്ള മാനദണ്ഡം. അല്ലെങ്കിൽ മറ്റൊരാൾ സ്കെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള മാനദണ്ഡം. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഫിറ്റാണ് എന്നുള്ളതും ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു എന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് കിട്ടുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ മാനദണ്ഡം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ റമീസ്, നമ്മുടെ ടൈമിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ്. റമീസ്, ആഫ്റ്റർ ബിൽഡിംഗ് ഇൻ്റർവെൽ നൗ ബിൽഡിംഗ് ക്രൈവ്, ഓക്കെ, അലോങ് വിത്ത് നിവിൻ പോളി. സോ എന്താണ് ക്രൈവിൽ റമീസും ടീമും ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രിയേറ്റീവ് സ്പേസിൽ നമ്മളെ ഈ പുതിയ പിള്ളേർക്ക്, പുതിയ സെറ്റ് ഓഫ് ജനറേഷന് എന്തൊക്കെ സാധ്യതകളാണുള്ളത്? അഗെയിൻ ഇതിനെക്കുറിച്ച് കോഴിക്കോട് ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ കിട്ടുന്ന ആദ്യത്തെ വേദിയാണ്. ഒരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, കാരണം കോഴിക്കോടിന് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ സമയപരിമിതി മൂലം കോഴിക്കോട് എന്നുള്ള പാർട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിലെ കോണ്ടന്റിന് ഒരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട്. അത് മേ ബി ഡിഫറെൻറ്റ് റീസൺസ് കാരണമായിരിക്കാം. നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റി ഇൻ പോപ്പുലേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം കോഴിക്കോടിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേപ്പൂര് അല്ലെങ്കിൽ ഫറോക്ക് ഭാഗത്തുള്ള ആളുകൾ അവർ കുറച്ചും കൂടെ കോസ്റ്റൽ ഏരിയാസിൽ ലിവ് ചെയ്യുന്നതാണ്. അവർക്കുള്ള കൾച്ചറല്ല നമ്മുടെ സിറ്റിയിൽ ഈ തൊണ്ടയാട് ബൈപ്പാസ് അവിടെയുള്ള IT കോറിഡോറിലുള്ളവർക്കുള്ള കൾച്ചർ. അവിടുന്ന് കുറച്ചും കൂടെ താമരശ്ശേരി തിരുവമ്പാടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി മലയോര കൾച്ചറായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മളെല്ലാവരും ഒരേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ്, ഒരേ ദിവസം ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഒരു കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റി ഇൻ കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തിങ്കിങ്ങിന് ഭയങ്കര ഗ്ലോബൽ ഗ്രാമറാണ്. നമ്മൾ പല ആളുകൾക്കും വേണ്ടിയിട്ടാണ് തിങ്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയൻ മൂവി എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മേ ബി
നെറ്റ്ഫ്ലിക്സ് ആമസോണിലൊക്കെ ഇറങ്ങുന്ന ഏത് ലാംഗ്വേജിലുള്ള മൂവീസും നമുക്ക് കൺസ്യൂം ചെയ്യാനും പറ്റും, അവരുടെ കസ്റ്റമേഴ്സിനെ പോലെ അല്ലെങ്കിൽ അവരുടെ യൂസേഴ്സിനെ പോലെ തിങ്ക് ചെയ്യാനും പറ്റും. അപ്പം ഈ സെയിം റീസൺസിനെ കൊണ്ട് തന്നെ അതുപോലെ ലിറ്ററസി അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പം എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ അറിയാം, പക്ഷെ അവരാരും സ്കൂളിൽ പോയതുകൊണ്ടല്ല. അപ്പം ആ വായന എന്ന് പറയുന്ന ഒരു കാര്യം, ലിറ്ററസി എന്ന് പറയുന്ന കാര്യം, അതേപോലെ ഈ ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മുടെ ഇമാജിനേഷൻ പവറിനൊരു ഭയങ്കര ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മൂവികൾക്ക്, നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾക്ക്, നമ്മുടെ കലാരൂപങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ 14 കലാരൂപങ്ങളല്ല, 140 പരം കലാരൂപങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ ജോഗ്രഫിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ ഇമാജിനേഷൻ പവറിനെ കൊണ്ടാണ്. അപ്പം ഈ ഇമാജിനേഷൻ പവർ നമ്മൾ ഓൾറെഡി ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രൂവൺ ആണ്. അതിനെക്കുറിച്ച് ലോകം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അവിടെ തന്നെ ടെക് ഇനേബിൾ ചെയ്തുകൊണ്ട് ഒരു ടെക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ടുണ്ട്, ഗെയിമിങ്. നമ്മളെല്ലാവരും GTA കളിച്ചിട്ടുള്ളവരാണ്, നമ്മളെല്ലാവരും സ്പൈഡർമാൻ കണ്ടിട്ടുള്ളവരാണ്, നമ്മൾ അൺചാർട്ടഡ് കളിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ വോളിയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അതിലൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ്, ബോത്ത് ടെക് ആൻഡ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ സ്കില്ലില്ലാത്തത് കൊണ്ടൊന്നുമല്ല. കാരണം ഇപ്പോൾ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയുന്നവരുണ്ട് റോക്ക് സ്റ്റാർസിലും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കേരളത്തിലുള്ളവർ. എൻ്റെ അനിയൻ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ട് നെറ്റ്ഫ്ലിക്സും സോണിക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ സ്കിൽസ് ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ആരോ അതിലൊരു മോണിറ്റൈസേഷൻ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു എക്കണോമി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫുട്ബോളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിൽ നിന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എൻ്റെ ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ എൻ്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ളവരൊക്കെ പണ്ട് വീട്ടിൽ പോയിട്ട് ഉപ്പ എനിക്ക് ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ലായിരുന്നു. പഠിക്കാൻ പോകുമെന്ന് പറയും. പക്ഷേ ഇന്ന് എനിക്ക് ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് പറയുമ്പോൾ സമ്മതിക്കുക മാത്രമല്ല, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് തൊട്ടടുത്തുള്ള ടർഫിൽ ക്യാമ്പിലേക്ക് കൊണ്ടുവിടാൻ പേരൻസ് തയ്യാറാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള അനസും സഹലും CK വിനീതൊക്കെ ഇവർ ഉപയോഗിക്കുന്ന കാറുകളും ഇവരുടെ വീടുകളും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവർക്ക് പ്രചോദനം കൊടുക്കുന്നത് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബേസിക്കലി ഒരു എക്കണോമി ലെയറാണ് അല്ലെങ്കിൽ ഒരു മോണിറ്റൈസേഷൻ ലെയറാണ് ഒരു ഇൻഡസ്ട്രീനെ സസ്റ്റൈനബിൾ ആക്കുന്നത്, സ്കെയിലബിൾ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ലെയർ, നാളെ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ആ കുട്ടി ഒരു കോടീശ്വരനാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു ഗെയിം ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഒരുപാട് കുട്ടികൾക്ക് ഇത് മോട്ടിവേഷൻ ആവും, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും. അല്ലെങ്കിൽ പേരൻസ് നാളെ പറയും +2 കഴിഞ്ഞിട്ട് നീ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പോയിക്കോ എന്നുള്ളത്. അപ്പം അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഈ നാട്ടിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറമെ, അല്ലെങ്കിൽ അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് തോട്ട് തുടങ്ങിയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. ചർച്ചയിൽ പല ആളുകളുണ്ടായിരുന്നു, പല ആൾക്കാർ ഇതിനെ അംഗീകരിച്ചു, പല ആൾക്കാരും ഇതിനെ തളർത്തിയിട്ടുണ്ട്. ആ ഡിസ്കഷൻസ് പലരുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ നിവിനായിരുന്നു കുറച്ചും കൂടെ അതിൻ്റെ വിഷൻ മനസ്സിലാക്കുകയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തി. അങ്ങനെ ആ ചർച്ചകൾ മുന്നോട്ട് പോയി ഇന്ന് ഞാൻ നിവിനുള്ള ഒരു സംരംഭമായി അത് മാറി എന്നുള്ളതാണ്. ഓക്കെ. സോ ഒരുപാട് അടുത്തൊരു സ്കോപ്പ് എന്ന് പറയുന്നത് റമീസ് പറഞ്ഞ പോലെ ക്രിയേറ്റീവ് സ്പേസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത സ്കോപ്പുകളാണ്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക. നമുക്ക് സമയത്തിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്. വിൽ ബി ഹാവിങ് 2 questions. ഓക്കെ, 2 questions. ഒരുപാട് കാര്യങ്ങൾ റമീസ് പറഞ്ഞിട്ടുണ്ട്. റമീസിനോട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ചോദിക്കാം. ക്യാൻ സംബഡി ഗീവ് എ മൈക്ക്? സംബഡി ഈസ് ആസ്കിങ്. ഓക്കെ, ബാക്ക് സൈഡ്. ഹലോ, റമീസിനോടാണ്. എനിക്ക് നിങ്ങൾ ഇൻ്റർവെല്ലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ വാല്യുവേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു പ്രീസീഡ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിനെ നമ്മൾ കൂടുതൽ അതിനൊരു ആർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടാണോ അതോ കംപ്ലീറ്റ് എൻറ്റയർ നമ്പേഴ്സ് ആൻഡ് സയൻസിൻ്റെ ബേസിലാണോ നിങ്ങളൊരു എക്സ്പീരിയൻസിൽ വാല്യുവേഷൻ കൂട്ടിയിട്ടുള്ളത്? അറ്റ് ദ സെയിം ടൈം ഒരു റവന്യൂ മേക്കിംഗ് കമ്പനി, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻ്റർവെൽ ഈ അടുത്തൊരു 15 CR ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലെവലിൽ വാല്യുവേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ മെട്രിക്സസ് എന്തൊക്കെയാണ് ആക്ച്വലി? ബേസിക്കലി നിങ്ങൾ തുടങ്ങിയത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ. ഇപ്പോൾ ബൈജൂസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന് ഒരു 2000 കോടി 3000 കോടി റവന്യൂ ഉള്ള സമയത്ത് എങ്ങനെ അവർക്ക് 22,000 കോടി 25,000 കോടി വാല്യുവേഷൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈജു എന്ന് പറയുന്ന ഫൗണ്ടറിൻ്റെ മാത്രം സ്കില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നെഗോഷിയേഷൻ സ്കില്ലായിരുന്നു. അതുപോലെ ഓരോ സ്റ്റാർട്ടപ്പിൻ്റെയും വാല്യുവേഷൻ എന്ന് പറയുന്നത്, ടെക് സ്റ്റാർട്ടപ്പിൻ്റെയും വാല്യുവേഷൻ എന്ന് പറയുന്നത് ആ ഫൗണ്ടേഴ്സിൻ്റെ നെഗോഷിയേഷൻ സ്കിൽസ് തന്നെയാണ്. പക്ഷേ ചില ഇൻഡസ്ട്രികളിൽ ദർ ഈസ് ആൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഞാൻ വലിയ നെഗോഷിയേറ്ററാണ്, എനിക്ക് നല്ല നെഗോഷിയേഷൻ സ്കില്ലുണ്ട്, ഞാൻ ലോയറാണെന്നും പറഞ്ഞിട്ട് ഞാനൊരു ഇൻവെസ്റ്റർ അടുത്ത് പോയിട്ട് എൻ്റെ കമ്പനിക്ക് 50 കോടി ഇയർലി റവന്യൂ ഉണ്ട്, എനിക്കൊരു 5,000 കോടി വാല്യുവേഷൻ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാതിരിക്കാൻ അവർക്ക്
വാലിഡേറ്റ് ചെയ്യാൻ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ എട്ടെക്കിലൊക്കെ ഒരു 1.5x to 3x 4x ഒക്കെയാണ് മാക്സിമം ഇപ്പോൾ വാല്യൂഷൻ കിട്ടാനുള്ളൂ. അതും ഒരു പരിധി വരെ അത് പ്രൊജക്റ്റഡ് റവന്യൂവിൻ്റെ മേലിലായിരുന്നു ഒരു സമയം വരെ, ഒരു 3-4 years ബാക്ക് വരെ. ഇന്നത് റവന്യൂവിൻ്റെ മേലെയാണ്. അതായത് കഴിഞ്ഞ ഇയറിൽ നിങ്ങൾക്ക് കിട്ടിയ റവന്യൂവിൻ്റെ ഇത്ര എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അധികം ആളുകളും സംസാരിക്കാറ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ചില ഇൻഡസ്ട്രിയിലൊക്കെ അത് ബേസിക്കലി D2C ഇൻഡസ്ട്രീസിൽ എട്ടെക്കിലൊക്കെ പ്രോഫിറ്റിൻ്റെ ബേസിസിലുമായി. അതായത് എബിറ്റയുടെ ഇത്ര എക്സ്, എബിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ എബിറ്റയുടെ അല്ലെങ്കിൽ എബിറ്റിൻ്റെ ഇത്ര എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യുവേഷൻ മാറി. പക്ഷേ ബേസിക്കലി ഒരു പുതിയ ഐഡിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഡസ്ട്രി ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് അഗെയിൻ ബിക്കംസ് പ്യൂർ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ. Okay, one more question, last one. Anybody? Yeah, I think no, there are no more questions. So നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് റമീസ് പറഞ്ഞ കാര്യങ്ങൾ, ചില പ്രത്യേക കോൺസെപ്റ്റുകൾ, വേർഡുകൾ, കാക്ക്, LTV, യൂണിറ്റ് എക്കണോമിക്സ്, ദെൻ 0 to 1, 1 to 10 കാര്യങ്ങളൊക്കെ റിമൈൻഡ് ദാറ്റ്. യാ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ, എഡ്യൂടെക്കിൽ ഇപ്പം കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം സൈലം വന്നു, എഡ്യൂപോർട്ട് വന്നു. അപ്പം ഈ ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു പ്രസക്തി എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത്? പിന്നെ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? മീൻസ് മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എഡ്യൂക്കേഷനിൽ. ഇപ്പം സൈലം വരുന്ന വരെ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ സൈലം വന്നപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. ബാക്കി കുറേ ഇൻഡസ്ട്രീസ്, മീൻസ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ട്യൂഷൻ സെൻറ്റേഴ്സൊക്കെ മീൻസ് അതിൻ്റെ എന്താ പറയുക സിഗ്നിഫിക്കൻസ് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇൻ്റർവെല്ലിന് ഇനി വേറെ എന്തെങ്കിലും ഭാവിയിൽ വരുന്ന എന്തെങ്കിലും വെല്ലുവിളികൾ എങ്ങനെയാണ് നേരിടുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇത് മീൻസ് യൂട്യൂബൊക്കെ ഒരുപാട് വരികയാണ്. മീൻസ് അപ്പം നമുക്ക് ഒരു പേഴ്സണലൈസ്ഡ് എന്നുള്ളത് നമുക്ക് ഫോണിൽ നോക്കി പഠിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണല്ലോ. അപ്പം ആ ഒരു ഇതിനെ നിങ്ങളെങ്ങനെ മറികടക്കാൻ, കാരണം ഇത്രയും സ്കെയിൽ ചെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് എന്നുള്ള ഒരു ഇതാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ബേസിക്കലി ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരുന്നു അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേഷനിലേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മാർക്കറ്റിൻ്റെ വാലിഡേഷനാണ്. അതായത് ഇവിടെ ഒരുപാട് പേര് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് വരാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? ബിക്കോസ് മാർക്കറ്റ് പോസിറ്റീവാണ്, മാർക്കറ്റിലേക്ക് ഒരുപാട് പേര് വരുന്നു എന്നുള്ളത് നല്ല വാലിഡേഷനായിട്ട് എടുക്കാം. പിന്നെ ഈ മൊബൈലിൽ നോക്കി പഠിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറികടക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മൊബൈൽ നോക്കി കുട്ടികൾ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. പിന്നെ ബേസിക്കലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഇപ്പം നീറ്റ് കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം പാറ്റേൺ മേ ബി പെൻ ആൻഡ് പേപ്പർ മാറിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് എക്സാം ആയിട്ടുണ്ടാവും. പക്ഷേ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിക്ക് അവർ പഠിക്കുന്ന കാര്യങ്ങളും പഠിക്കുന്ന രീതിയിലൊന്നും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അത് ഒട്ടുമിക്ക ഇൻഡസ്ട്രികളും അങ്ങനെ തന്നെയാണ്. ഇനി അപ്സ്കില്ലിങ്ങിലായാലും കോഴ്സ് മാറി എന്നല്ലാതെ അതിൻ്റെ ബേസിക് ഫിലോസഫീസ് ഒന്നും മാറിയിട്ടില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഴ്സസ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷൻ ആസ് എ ഹോൾ കുറച്ച് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റ് തന്നെയായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് എൻട്രൻസ് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്തും 400 കോടി 500 കോടി ഇയർലി റവന്യൂ ഇവിടെ ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അന്ന കാലത്ത്. അത് ഇന്ന കാലത്തും ആ 500 കോടി 400 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ആ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ആസ് എ ഇൻഡസ്ട്രി അന്ന് ഉണ്ടായിരുന്നു, അത് എല്ലാ ഇൻഡസ്ട്രികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാറിയിട്ടുള്ളത് കൺവീനിയൻസ് ആണ് ഒരു പരിധി വരെ മാറിയിട്ടുള്ളത്. ആ കൺവീനിയൻസ് മാറാനും വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ടെക്നോളജിയാണ്. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൺവീനിയൻസ് കൂട്ടാനും വേണ്ടിയിട്ട് ഇറ്റ് വാസ് മച്ച് ഈസിയർ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ശരിക്കും ഒരുപാട് കാലം മുന്നേ ഉണ്ട്. ഞാൻ ചെറിയ കുട്ടിയായെന്ന് എൻ്റെ ഉമ്മക്ക് തക്കാളി വേണമെങ്കിൽ ഉമ്മ പോയി മേടിക്കലൊന്നുമില്ലായിരുന്നു. ഉമ്മ വിളിച്ച് പറയില്ല തൊട്ടടുത്തുള്ള കടയിലേക്ക്, അയാൾ കൊണ്ടുത്തരും. അപ്പോൾ അതാണ് നമ്മൾ സ്വിഗ്ഗിയിൽ ചെയ്തുകൊണ്ടിരുന്നത്, സൊമാറ്റോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്വിഗ്ഗി സൊമാറ്റോ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആര് വന്നു? സെപ്റ്റോ, ബ്ലിങ്കിറ്റ് വന്നു, ഇൻസ്റ്റാമാർട്ട് വന്നു. അപ്പം അവരെല്ലാവരും ചെയ്യുന്നത് ഒരേ കാര്യം. 50 വർഷം മുന്നേ എൻ്റെ ഉമ്മ യൂസ് ചെയ്ത സെയിം ഫീച്ചർ തന്നെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്താ? ഉമ്മക്ക് ഫോൺ എടുത്ത് വിളിച്ച് പറയണമായിരുന്നു. 50 കൊല്ലം മുന്നേ ഉള്ള ഉമ്മയല്ലോ ഉമ്മ, ഞാൻ പറഞ്ഞത് ഒരു 10-15 വർഷം മുന്നേ ഫോൺ എടുത്ത് വിളിച്ച് പറയണമായിരുന്നു. പിന്നെ അത് നമ്മൾ ആപ്പ് ത്രൂ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റിൽ എത്തുന്നതായി. ഇന്ന് ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്നത്, എനിക്ക് 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മാക്സിമം ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ മാറിയിട്ടുള്ളത് എന്താ? കൺവീനിയൻസ് എങ്ങനെ മാറിയിട്ടുള്ളത്? ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇനി ഡെലിവറി ആയി കഴിഞ്ഞാലും ഡെലിവറിയിൽ അവർ ടൈം ഒപ്റ്റിമൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എ ഐ ഇനേബിൾ ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്തത്. മീഷോ
വാൽമോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് അവരുടെ എൻ്റയർ ലോജിസ്റ്റിക്സിനെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും കസ്റ്റമർ സൈഡിൽ എപ്പോഴും കൺവീനിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനുമാണ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി ആസ് എ ഹോൾ വലിയ മാറ്റങ്ങളൊന്നും പ്രീ കോവിഡും സംഭവിച്ചിട്ടില്ല, പോസ്റ്റ് കോവിഡും സംഭവിച്ചിട്ടില്ല. അങ്ങനെ വലിയ ഇൻഡസ്ട്രി ഷിഫ്റ്റുകളൊന്നും ഇത്തരം ഇൻഡസ്ട്രികൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഇ കൊമേഴ്സിലൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ടെക്നോളജി വരുന്നതോടുകൂടി നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പേസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്നോളജീസ് വരുന്നു. കൺവീനിയൻസ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അതിനെ നമ്മൾ കാശാക്കി മാറ്റുന്നു. ഇത്തരം ഷിഫ്റ്റുകളാണുള്ളത്. അതിനെ പോസിറ്റീവായിട്ട് കാണാം. എങ്ങനെ കൺവീനിയൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമേ എല്ലാ ഇൻഡസ്ട്രിയിലും ചിന്തിക്കുക എന്നുള്ളതാണ് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഈസിയസ്റ്റ് വേ.